ഞാൻ ഇന്നലത്തെ കാര്യം ആലോചിച്ചിട്ടേ എന്ത് മോശ. എനിക്കതല്ല, നിഷിമ ഇതറിഞ്ഞാൽ എന്തായിത്തീരുമെന്ന. പക്ഷെ അവൾ അറിയാതിരിക്കുന്നത് എങ്ങനെയാ? അവള് ജനിച്ചത് എങ്ങനെയാന്ന് അവളും കൂടെ അറിയണ്ടേ? വേണ്ടേ? പക്ഷെ അവളിത് അറിഞ്ഞു കഴിഞ്ഞ അപ്പം തന്നെ ആത്മഹത്യ ചെയ്യും. ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ രണ്ടാളുടെ മുഖത്ത് കാറി തുപ്പുകയും ചെയ്യും. അതുകൊണ്ടേ അവളിത് അറിയാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. വാട്ട പുട്ടമ്മ. ഓ സൂപ്പർ. അച്ഛന് ലേശം കറി ഒഴിച്ചു കൊടുക്കമ്മ. എനിക്ക് മതി. എണീക്കട്ടെ. അമ്മേ, നമുക്ക് നിഷിമയുടെ ആഗ്രഹം പോലെ ഒരു ഫ്ലാറ്റ് എടുക്കാം, ഒരു കാറും. വേണോ ചാ? അമ്മയ്ക്ക് ശരി ചാ. ഇവിടുത്തെ ആൾക്കാരൊന്നും ശരിയല്ലെന്നേ, നമുക്ക് മാറാം. അതെ, ഈ മുറിയിലുള്ള സാധനങ്ങൾ മാത്രം എടുത്താൽ മതി കേട്ടോ. ചേട്ടാ, എന്നാ ഇറങ്ങിയാലോ പുതിയ ഫ്ലാറ്റിലേക്ക്? ഒന്ന് ശ്രദ്ധിച്ചേക്കണെങ്കിലേ. ആ മോനെ. ശരിക്കും ഇവിടുന്ന് മാറിപ്പോവാൻ മനസ്സുണ്ടായിട്ടല്ല. അച്ഛനും അമ്മയും അങ്ങനെ ഒരാഗ്രഹം പറഞ്ഞപ്പോൾ കൂടെ നിൽക്കണ്ടേ? സിറ്റി ലൈഫൊക്കെ ഒന്ന് ആസ്വദിക്കണം അത്രേ. അത് നല്ലതാ. ഏതായാലും താനും ഇവിടുന്ന് പോകൂല എന്നുള്ള തൻ്റെ തീരുമാനം മാറ്റിയല്ലോ. മരിച്ചിട്ടാവും നമ്മളൊക്കെ പിരിയാന്ന് പറഞ്ഞത് വെറുതെ ആയി അല്ല ദാസ? അങ്കിളിൻ്റെ വിഷമം കണ്ടാൽ ഇനി കാണേയില്ല എന്ന് തോന്നുമല്ലോ. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് ഇറങ്ങാലോ. പക്ഷെ ഫ്ലാറ്റിലായതുകൊണ്ട് കയറിപ്പറ്റൽ എളുപ്പമല്ല. അവിടെ ഈ സെക്യൂരിറ്റിയൊക്കെ വൻ ടൈറ്റാണ്. മാത്രമല്ല ഇവിടുന്ന് കുറേ ദൂരമില്ലേ അങ്ങോട്ട്. സാരമില്ല, ഞാൻ കൂട്ടുകാരനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ശരിയല്ലേ? ശരി, കയറാച്ചാ. അമ്മ താൻ എന്തൊക്കെയാ അവനെ പറ്റി പറഞ്ഞേ? അവൻ മിടുക്കനാ. അവൻ്റെ ഉത്തരവാദിത്തം കണ്ടില്ലേ? നല്ല പയ്യനാവൻ. അച്ഛാ ശരി ശരി. ആ ശരി. ശരി, ഓക്കെ. ദാസിൻ്റെ ഒരു ഭാഗ്യം. ഇരുവിനെ പോലൊരു ചെക്കനുണ്ടായിരുന്നു. മിട്ടുമിട്ടില്ല. സൂപ്പർ ഫ്ലാറ്റ്. പിന്നെ ഇങ്ങോട്ട് മാറിയെന്ന് വെച്ച് എന്തായാലും ആവശ്യമുണ്ടെന്നെ വിളിക്കാൻ മടിക്കല്ലേ, ഞാൻ ഓടി വരും. അത് പിന്നെ നിനക്കവിടെ ഒരു നല്ല ജോലിയൊക്കെ ഉള്ളതല്ലേ. ഇനി അതും വിട്ടിട്ട് ഇത്രയും ദൂരം അങ്ങ് ഓടി എത്തുക എന്നൊക്കെ പറഞ്ഞു. സാരല്ല, അവർക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് ഇവിടുന്ന് ഏതെങ്കിലും ഒരു ഡ്രൈവറെ വിളിക്കാം അല്ലേ? നീ എന്തായാലും ചോദിച്ചല്ലോ. സാധാരണ ഡ്രൈവേഴ്സൊന്നും ഇങ്ങനെയൊന്നും ചോദിക്കാറില്ല. എടാ, എങ്ങനെ പോകുന്നു ഫിനോയിലേക്ക്? നീ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ സാമാന്യം നല്ല രീതിക്ക് പോകുന്നുണ്ട്. നീ ഇടയ്ക്ക് ഇറങ്ങണം കേട്ടോ, വിളിക്കണം. വിളിക്കാം. അപ്പോൾ എന്നാ അമ്മയച്ചാ പോയിട്ട് വരാം. ശരി. ശരിടാ. നമുക്കിടയിൽ ഇനി വേറെ ആരും വേണ്ടമ്മേ. എനിക്ക് നിങ്ങളെ സ്നേഹിക്കണം, ലോകത്ത് ഒരു മകനും സ്നേഹിക്കാത്ത പോലെ. അച്ഛാ, എനിക്ക് തോന്നുന്നു ഇനി മുതൽ അച്ഛൻ ഷോപ്പിൽ വരണ്ടാന്ന്.
ഇതിലിനി തൊടണ്ടെന്ന് പറഞ്ഞാൽ തൊടണ്ട, ഉന്തി മാറ്റി വെച്ചേക്ക്. രണ്ടുപേരുടെയും ഫുൾ ബോഡി ചെക്കപ്പ് കഴിഞ്ഞിട്ട് വന്നതാ. ഇതെന്റെ അത് ശരി. ഇത് അമ്മയുടെ അല്ലേ? കുഴപ്പമൊന്നും കണ്ടില്ല, എല്ലാം നല്ലതാണ്, എല്ലാവരും ഹെൽത്തിയാണ്. ടെൻഷനാ. എന്തിന് ടെൻഷൻ? ഇങ്ങനൊരു മോനില്ലേ, നല്ലൊരു ഫാമിലി അല്ലേ? സത്യം, ഞാനിവിടെ എത്രയോ ഫാമിലിയെ കാണും. ഇങ്ങനെ ഒരു മകനെ കാണുമ്പോൾ കൊതിയാവും. അച്ഛനും അമ്മ ഇന്നത്തെ ടാബ്ലറ്റ്സ് കഴിക്കാത്ത? ഞങ്ങൾക്ക് അസുഖമൊന്നുമില്ലല്ലോ, വരുമ്പോ കഴിച്ചാ പോരെ. ഇത് അസുഖം വരാതിരിക്കാനുള്ള സപ്ലിമെന്റ്സ്. പിടിക്ക്. അതെ, അച്ഛനമ്മമാരുടെ തീട്ടവും മൂത്രവും കോരാനുള്ളവരല്ല മക്കള്, മനസ്സിലായോ? മരുന്ന് തന്ന് മെല്ലെ മെല്ലെ കൊല്ലാനുള്ള പണിയാണെന്ന് തോന്നുന്നു. അത്ര പെട്ടെന്ന് തട്ടിപ്പോണെങ്കിൽ അങ്ങ് പോട്ടെ, അല്ലാതെ ഇങ്ങനെ ജീവിക്കാൻ വയ്യ. ഞാനൊരാളോട് സംസാരിക്കട്ടെ, എന്തെങ്കിലും ഒരു വഴി കിട്ടുമെന്ന് നോക്കാം. പിന്നെ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ഒരല്പ കുറവുണ്ട്. മോനെ ബിനു, എനിക്കിനി അധിക കാലമില്ല. മരിക്കും മുമ്പ് എനിക്ക് നിഷിമ മോളുടെ കല്യാണം ഒന്ന് നടത്തണം, അതും 10 ആളെ വിളിച്ചു കൂട്ടി. എൻ്റെ അവസാനത്തെ ആഗ്രഹമാണ്, നീ അതിനെതിര് പറയരുത്. ഒരു പെൺകുട്ടി ഇറക്കിയുള്ള പാട് നിനക്ക് അറിയില്ലാത്തതുകൊണ്ടാ. ഞാൻ കുറച്ച് ചൂടുവെള്ളം എടുക്കട്ടെ? കുറച്ച് വെള്ളം എടു. വേണോ? ചേട്ടാ, അതിനിടെ ഹെൽപ്പ്. അച്ഛനും അമ്മയെ നോക്കുന്ന ആ കല്യാണാലോചന മുടക്കാൻ ചേട്ടൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ചേട്ടൻ എൻ്റെ കൂടെ നിൽക്കുമെന്ന് എനിക്കറിയാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്കൊരാളെ ഇഷ്ടം. ചേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തത്? പിച്ചി പിച്ചി ഇപ്പൊ പച്ചപ്പുല്ലോ, പച്ച പച്ച പിന്നെ പച്ചപ്പില്ല.